ഗൾഫ് മേഖല മലയാള സാഹിത്യത്തിന് നിരവധി എഴുത്തുകാരെ സംഭാവന ചെയ്തിട്ടുണ്ട്. ഇത്തവണത്തെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം സ്വന്തമാക്കിയ ബെന്യാമിൻ ഉൾപ്പെടെയുള്ളവർ ഇതിന് ഉദാഹരണങ്ങളാണ്. ഇനി ഞങ്ങൾ ഒരു ഗാനരചയിതാവിനെയാണ് പരിചയപ്പെടുത്തുന്നത്. ഈ ചുരുങ്ങിയ പ്രായത്തിനിടയിൽ 500-ലധികം പാട്ടുകൾ ഈ യുവാവ് എഴുതി. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശിയായ ബൈജു എന്ന ബിജു തൻ്റെ വേറിട്ട രചനാശൈലി കൊണ്ട് ശ്രദ്ധേയനാവുകയാണ്. മലപ്പുറം പൂക്കോട്ടൂർ സ്വദേശി ബൈജു എന്ന ബിജു എഴുതി സംഗീതം നൽകിയ പാട്ടാണിത്. പാടുന്നത് ബിജുവിന്റെ സുഹൃത്തായ പ്രമോദ്. ഇപ്പോൾ UAE-യിലെ വിവിധ റേഡിയോ നിലയങ്ങൾ ഈ പാട്ട് പ്രക്ഷേപണം ചെയ്യുന്നുണ്ട്. പറഞ്ഞു വരുന്നത് ഈ പാട്ടിനെ കുറിച്ചല്ല, ബിജുവിനെ കുറിച്ച്. ദുബായിൽ ഒരു സാധാരണ ജോലിക്കാരനായ ഇദ്ദേഹം ഇതിനകം 500-ലധികം പാട്ടുകൾ രചിച്ചിട്ടുണ്ട്. പ്രണയത്തിനപ്പുറം മനുഷ്യബന്ധങ്ങളും മാനുഷിക മൂല്യങ്ങളുമെല്ലാമാണ് ബിജുവിന്റെ രചനകളിൽ നിറയുന്നത്. പ്രവാസിയായ ശേഷമാണ് താൻ ഈ പാട്ടുകളെല്ലാം എഴുതിയതെന്ന് ഈ യുവാവ് പറയുന്നു. നാട്ടിൽ വെച്ച് ഇങ്ങനൊരു ഇതുണ്ട്, ഇപ്പോൾ ടീച്ചേഴ്സൊക്കെ പറയായിരുന്നു, പക്ഷെ അത് അവിടുന്ന് അത്ര ഇൻവോൾവ് ആയിട്ടൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ഇവിടെ വന്ന് നമ്മളെ കുറിച്ച് ചിന്തിക്കാൻ തുടങ്ങിയല്ലോ, ഇവിടെ വന്നാളൊരു ഇതാണുള്ളത്. അപ്പോൾ അപ്പോഴാണ് നമുക്ക് നമ്മളെ ബന്ധങ്ങളും നമ്മളെ സ്നേഹം എന്താണ്, നമ്മൾ ആളുകളായിട്ട് ഇടപഴകുമ്പോൾ നമുക്ക് കിട്ടുന്നതും തിരിച്ചു കൊടുക്കേണ്ടതും അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇത് ഇന്നിവിടെ സമൂഹത്തിൽ നടക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ അതിൽ സന്തോഷമുള്ളതുണ്ട്, വിഷമമുള്ളതുണ്ട്, ഇത് രണ്ടും ഇല്ലാത്ത ഒരവസ്ഥ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്കൊന്ന് എക്സ്പ്രസ് ചെയ്യണ്ടേ. അപ്പോൾ അതിനൊരു മാധ്യമം എന്ന രീതിയിൽ ഞാൻ കണ്ടെത്തിയതാണ്. പിന്നെ അതിപ്പോൾ കുറച്ചും കൂടെ ഒന്ന് ഇതായപ്പോൾ ഇപ്പോൾ ഒരു തരക്കേടില്ലാത്ത രീതിയിൽ എഴുതാൻ കഴിയുന്നു എന്ന് തോന്നലും. അപ്പോൾ അത് അങ്ങനെ ഞാൻ ഇങ്ങനെ സൃഷ്ടികളുണ്ടാവുന്നുണ്ട്. അക്കാദമിക്കായി ഇദ്ദേഹം പാട്ട് പഠിച്ചിട്ടില്ല, കേൾവി തന്നെയാണ് തന്റെ പഠനമെന്ന് ബിജു. കോഴ്സായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഞാൻ ഇത് ഇങ്ങനൊരു ഇതുള്ളതുകൊണ്ട് ഞാൻ എന്താ വെച്ചാൽ ഇതറിയുന്ന ആളുകളായിട്ട് ഡിസ്കസ് ചെയ്യും. പിന്നെ അതുമാതിരി തന്നെ അറിയാൻ കൂടുതൽ ശ്രമിക്കാറുണ്ട്. ചെറുപ്പം തൊട്ടേ ഈ ഒരു പാട്ട് എന്നുള്ളൊരു സാധനം മനസ്സിൽ തന്നെ കേൾക്കുക, അത് നല്ലൊരു കേൾവിക്കാരനായിരുന്നു. അതാണ് നമ്മളെ പഠനം. വേറെ ഒരു ആധികാരികമായിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഗൾഫിൽ ചിത്രീകരിച്ച ചില ടെലിഫിലിമുകൾക്ക് വേണ്ടിയും ബിജു പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. ദുബായിൽ ജോലി ചെയ്യുന്ന പിതാവ് ഭാസ്കരൻ പൂർണ്ണ പിന്തുണയുമായി ഈ യുവാവിനൊപ്പമുണ്ട്. മോൻ്റെ കഴിവിനെ കുറിച്ച് ഞാൻ ഇപ്പോൾ അടുത്ത കാലത്താണ് അറിഞ്ഞത്. ഇവിടെ വന്നതിന് ശേഷമാണ് ഇങ്ങനെ ഇവനൊരു കഴിവുണ്ടെന്നുള്ളത് ഞാൻ അറിയുന്നത്. അങ്ങനെ ഒരു പാട്ട് എഴുതി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇതൊന്ന് ജനങ്ങളിലെത്തിക്കാൻ എന്താണ് ഒരു മാർഗം എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അതിനിപ്പോൾ പൈസേൻ്റെ ചിലവുള്ള കേസാണ്, എങ്ങനെ നിൻ്റെ കാഴ്ചപ്പാട് എങ്ങനെയെന്ന് ചോദിച്ചു. അപ്പോൾ അത് കുഴപ്പമില്ല, അതിനെന്താ എങ്ങനെ വെച്ചാൽ കുറച്ച് പൈസ ചിലവാക്കിയിട്ട് നമ്മളൊന്ന് റെക്കോർഡ് ചെയ്യില്ലേ എന്ന് ചോദിച്ചു. ആയിക്കോട്ടെ. അപ്പോൾ അതിന് വേണ്ട പ്രോത്സാഹനം ഞാൻ കൊടുത്തു. അതിന് എന്താ വേണ്ടത് വെച്ചാൽ ഞാൻ ചെയ്യാമെന്നും പറഞ്ഞു. അങ്ങനെയാണ് ഇതൊന്ന് ഇങ്ങനെ പുറത്തു വന്നത്. വളരെ അനായാസമായാണ് ഈ യുവാവിന്റെ പാട്ടെഴുത്ത്. അരമണിക്കൂറിനുള്ളിൽ പാട്ടെഴുതി സംഗീതം നൽകി കഴിഞ്ഞിരിക്കും ഈ കലാകാരൻ. ഓഫീസിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയിൽ, അതല്ലെങ്കിൽ കൂട്ടുകാരെ കാത്തിരിക്കുമ്പോൾ, അങ്ങനെ പ്രത്യേകിച്ച് സമയമോ സന്ദർഭമോ ഇല്ല ബിജുവിന് പാട്ടെഴുത്തിന്. സിഗരറ്റ് പാക്കിലും കൊച്ചു കടലാസ് തുണ്ടുകളിലും പാട്ടുകൾ പിറക്കുന്നത് അങ്ങനെ. പാട്ടെഴുത്തിലെ വേഗതയാണ് തന്നെ ആകർഷിച്ചതെന്ന് സുഹൃത്ത് ഷിഹാബ്. ഞാൻ കേട്ടിട്ടുണ്ട്, ഈ ഹോട്ടലുകളിലൊക്കെ മുറിയെടുത്ത് ദിവസങ്ങളോളം ചെലവഴിച്ച് ഒരുപാട് സമയം എടുത്തിട്ടാണ് ഒരു പാട്ട് ചെയ്യുന്നത്, എഴുതുന്നതും അതുപോലെ അതിനുവേണ്ടി മ്യൂസിക് ചെയ്യുന്നതും. പക്ഷേ നമ്മൾ ബിജുവിനെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അതിനു വേണ്ടിയിട്ട് 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റാണ് അവന് ഒരു പാട്ടിന് വേണ്ടിയിട്ട് എടുക്കുന്നത്. അത്ര സിമ്പിളായിട്ടാണ് അവനൊരു പാട്ട് എഴുതുന്നതും അതിന് വേണ്ടിയിട്ട് ട്യൂൺ ചെയ്യുന്നതും. ഒരു പാട്ട് എഴുതി കഴിയുമ്പോഴത്തിന് അതിൻ്റെ ട്യൂണ് അവനിട്ടിട്ടുണ്ടാവും. പിന്നെ ആ ട്യൂണ് മിക്കവാറും മാറ്റേണ്ടി വരാറില്ല. തന്റെ കൂടുതൽ പാട്ടുകൾ പുറത്തു കൊണ്ടുവരണമെന്നാണ് ബിജുവിന്റെ ഇപ്പോഴത്തെ ആഗ്രഹം. പക്ഷേ അതിന് പണച്ചെലവുണ്ട്. ചെറിയ ശമ്പളത്തിൽ ജോലി ചെയ്യുന്ന തന്നെ സഹായിക്കാൻ ആരെങ്കിലും വരുമെന്ന് ഈ കലാകാരൻ പ്രത്യാശിക്കുന്നു.